ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു ചോദ്യവുമായിട്ട് നമ്മൾ വരികയാണ്. ഈ മേഖല ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കോൺകോർഡ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഞാൻ പറയുന്ന ഒരു സെന്റൻസ് ശരിയാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. ഇതാ കേട്ടുള്ളൂ. ദി കാറ്റിൽ ഈസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ദ കാറ്റിൽ ഈസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഇതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു തെറ്റുണ്ട്. ഇത് ദ കാറ്റിൽ എന്ന് പറയുന്ന പദം ബഹുവചനമാകയാൽ, പ്ലൂറൽ ആകയാൽ ഈസ് വരില്ല, ആറ് വരണം. ഇതാണ് അതിൻ്റെ ശരിയായ ഭാഗം. അങ്ങനെ നമ്മളെ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് സംശയിപ്പിക്കുന്ന ഒട്ടനവധി നൗണുകളുണ്ട്. ഉദാഹരണത്തിന് ദ പോലീസ്. ദ പോലീസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. പീപ്പിൾ പ്ലൂറലാണ്. സിസേഴ്സ്, ബൈനോക്കുലേഴ്സ്, പാൻസ്, ട്രൗസേഴ്സ്, ഗ്ലാസസ്, ഒപ്റ്റിക്കൽസ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്ലൂറലായിട്ട് പറയാൻ പറ്റുന്നത്, അതുപോലെ പ്ലയേഴ്സ്. ഇതൊക്കെ നമുക്ക് പ്ലൂറലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഈസ് വരില്ല, ആറ് വരണം. അതിൻ്റെ കൂടെ ഹാസ് വരില്ല, ഹൗ വരണം. അതിൻ്റെ കൂടെ ഡസ് വരില്ല, ഡു വരണം. അതിൻ്റെ കൂടെ ഗോസ് വരില്ല, ഗോ വരണം. അങ്ങനെ നമുക്കൊന്ന് പഠിക്കുവാൻ കഴിഞ്ഞാൽ കോൺകോർഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മെച്ചപ്പെട്ടൊരു ബലം നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: ദ കാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. അല്ലേ? കന്നുകാലികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കാറ്റിൽസ് ഒന്നും പറയില്ല. പക്ഷെ ഷീപ്പിന് ഷീപ്പ് തന്നെ മതി, ഡിയറിന് ഡിയർ തന്നെ മതി. അതുമല്ലെങ്കിൽ എന്താണ്, സാൽമൺ എന്ന് പറയുന്നൊരു മീനിൻ്റെ പേരാണ്. സാൽമൺ തന്നെ മതി. പന്നി എന്നർത്ഥം വരുന്ന, ആൺപന്നി എന്നർത്ഥം വരുന്ന സ്വൈൻ തന്നെ മതി. അങ്ങനെയുള്ള പദങ്ങൾ ഒരേപോലെ ബഹുവചനത്തിലും ഏകവചനത്തിലും ഉപയോഗിക്കാമെങ്കിലും കാറ്റിൽ സ്വമേധയാ എല്ലായ്പ്പോഴും ബഹുവചനം തന്നെയാണ്. ആൾ ദ ബെസ്റ്റ്. ബൈ. സീ യു.